ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ. എപ്പിസോഡ് നമ്പർ 19, അങ്ങനെ 19ാമത്തെ എപ്പിസോഡ് എത്തിയില്ലേ. ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ ലൈക്ക് എടുക്കുന്നത് കോഡ്സും അതുപോലെ തന്നെ നല്ല നല്ല റൈറ്റിങ്സ് ഒക്കെയാണ്. സോ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സെഗ്മെന്റ് കൂടെ നമ്മൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? കാരണം എനിക്ക് ഒരാൾ പേഴ്സണലി മെസ്സേജ് അയച്ചു പറഞ്ഞൊരു കാര്യം, ലവ് കോഡ്സ് കുറേ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലവ് കോഡ്സ് മാത്രം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതൊരു ഒരു പെർട്ടിക്കുലർ ആളുകളിലേക്ക് മാത്രമാവും ചിലപ്പോൾ അത് പോവുക. നമുക്ക് പലതരത്തിലുള്ള കോഡ്സ് വരുമ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, കണക്ട് ആകുന്ന ഒരുപാട് കോഡ്സ് വരും, റിലേറ്റബിൾ ആയ ഒരുപാട് കോഡ്സ് വരും. നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ വേറൊരാൾ ഒരു എഴുത്ത് രൂപത്തിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്സ്ഡ് ആയിട്ടുള്ള കോഡ്സും റൈറ്റിങ്സ് ഒക്കെ എടുക്കുന്നത്. പക്ഷെ ഒരാൾ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു കാറ്റഗറി മാത്രം എടുത്തു കഴിഞ്ഞാൽ മേ ബി അത് നമ്മുടെ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ അത് ഓക്കെ ആയിരുന്നു വരില്ല. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേറെ ഒപ്പീനിയൻസ് ഉണ്ടോ? അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി മാത്രമല്ലാത്ത, അപ്പം ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ലവ് കോഡ്സ് നമുക്ക് ഇതിലേക്ക് എന്തായാലും ഇതിൽ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇനി ആഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓക്കെ ഇന്ന തരത്തിലുള്ള കോഡ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്ന് തോന്നുന്ന ഏതെങ്കിലും കോഡ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമന്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പിസോഡ് 19 കോഡ്സിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് വൺ എന്താ നോക്കാം. നീലാകാശം ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, ബാക്കിയുള്ളതെല്ലാം മറന്നേക്ക്, ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ നിമിഷം ഒന്ന് ഓർത്തു നോക്ക്, ഇപ്പൊ ഒരു ചിരി വന്നില്ലേ, അത് മതി. എന്താല്ലേ ആ റൈറ്റിങ്. അതായത് ഒരാളോട് പറഞ്ഞു കൊടുക്കണത്, ബാക്കിയുള്ളതെല്ലാം മറന്നേക്ക്, ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ നിമിഷം ഒന്ന് ഓർത്തു നോക്ക്, ഇപ്പൊ ഒരു ചിരി വന്നില്ലേ, അത് മതി. ആ ഒരു മൊമെന്റിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയതാട്ടോ. സത്യം പറഞ്ഞാല് എന്താ പറയാ, ഭയങ്കര ടച്ച് ചെയ്യുന്ന ഒരു കോട്ടല്ലേ. അതായത് നമുക്ക് എന്താ പറയാ, ഒരു പ്രത്യേക തരം ഇഷ്ടം ഒക്കെ വരുന്ന ഒരു തരത്തിലുള്ള ഒരു കോട്ടല്ല ആക്ച്വലി, ഇതൊരു ഒരു തരത്തിലുള്ള റൈറ്റിംഗ് ആണ്. പക്ഷെ ഇതിപ്പോ എന്താ പറയുക, ഈ ഒരു കോട്ട് ആർക്കാരും അയക്കാം, റിലേഷൻഷിപ്പിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ഷെയർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒന്നാണ്. ചിലപ്പോൾ അവർ തമ്മിൽ ഇപ്പൊ എന്താ പറയുക തെറ്റി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിണക്കം വരെ മാറ്റാൻ കെൽപ്പുള്ള ഒരു റൈറ്റിംഗ് ആണത്. കൊണ്ടോയിട്ടത്. അടുത്തത് തേൻവരിക്ക ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്, അടിമപ്പെട്ടു പോയാൽ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഈ ലോകത്തിലെ ഏറ്റവും മാരകമായ ലഹരി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ അടിമപ്പെട്ടു പോകുന്നതാണ്. എന്താല്ലേ ഡെപ്ത് അതിന്റെ മീനിങ്ങിന്റെ, ശരിക്കും കേട്ടോക്കി. അടിമപ്പെട്ടു പോയാൽ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഈ ലോകത്തിലെ ഏറ്റവും മാരകമായ ലഹരി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ അടിമപ്പെട്ടു പോകുന്നതാണ്. ശരിയാണ് കേട്ടോ. കാരണം പലതരത്തിൽ ഇപ്പൊ ആളുകൾ പറയും അഡിക്റ്റഡ് ആയിട്ടുണ്ട്. ചില ആളുകൾ എന്താ പറയാ, ലഹരിക്ക് അടിമപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കണില്ല. ഇപ്പൊ ന്യൂസിലൊക്കെ എന്താ പറയുക, ചെറിയ പ്രായത്തിൽ തന്നെ അടിമപ്പെട്ടു, അഡിക്റ്റ് ആയി എന്നൊക്കെ. അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള ഒരു അഡിക്ഷനാണ് നമ്മളൊരാളിൽ, ഒരു മനുഷ്യനിൽ നമ്മൾ എത്രത്തോളം അഡിക്റ്റ് ആകുന്നോ അതും നമുക്ക് ലൈഫിൽ വളരെയധികം ദോഷം ചെയ്യും. ഒരു പരിധിയിലപ്പുറം നമ്മൾ ഒന്നിലും അഡിക്റ്റ് ആയി പോകരുത്. നമ്മളൊരു പണ്ടൊരു ചൊല്ല് പറയല്ലോ, അധികമായാൽ അമൃതും വിഷമാണെന്ന്. അതുപോലെ തന്നെ നമ്മളൊരു പരിധിയിലപ്പുറം ഒരാളിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുള്ളൂ. അതിപ്പോൾ നമ്മൾ കുറേ ആളുകൾ എന്താ പറയുക, എക്സാമ്പിളായിട്ട് പറയുന്നത് ഈ ഡ്രഗ്സ് വെച്ചിട്ടാണല്ലോ. ഈ ഡ്രഗ്സിൽ ഒരു പരിധിയിലപ്പുറം അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം ചെയ്യും നമ്മളിങ്ങനെ കേൾക്കും. അതുപോലെ തന്നെ ഒരു അഡിക്ഷനാണ് ഒരു മനുഷ്യനും. അതായത് നമ്മളൊരു മനുഷ്യനിൽ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കത് വളരെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതിപ്പോ നമ്മൾ എന്തൊക്കെ പേര് ആ ഒരു ബന്ധത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും, എത്രത്തോളം ക്ലോസ് ആണെന്ന് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു സർക്കിളിൽ അടിമപ്പെട്ടു പോകാൻ പാടില്ല. കാരണം എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിൽ വരണം. സോ ആ ഒരു സമയത്ത് അത്ര നല്ലതല്ല അടിമപ്പെട്ടു പോകുന്നത്. സ്നേഹിക്കണം, വിശ്വസിക്കണം, കൂടെ നിൽക്കുകയൊക്കെ വേണം. പക്ഷേ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതാണ്, അടിമപ്പെട്ടു പോയാൽ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഈ ലോകത്തിലെ ഏറ്റവും മാരകമായ ലഹരി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ അടിമപ്പെട്ടു പോകുന്നതാണ്.
ഭയങ്കര ഡെപ്ത് ഉള്ള മീനിങ് ആട്ടോ ഈ ഒരു റൈറ്റിങ്സിനുള്ളത്. അടുത്തത് നീലാകാശം ഒഫീഷ്യൽ എന്ന് പറയുന്ന വീണ്ടും ആ പേജ് തന്നെയാണ്. കാണുന്നതല്ല സ്നേഹം, കാണിക്കുന്നതാണ് സ്നേഹം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഇത് വലിയൊരു ഫാക്റ്റാണ്. ഇതിൽ ഞാൻ തന്നെ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇതിന് വെച്ചിട്ട് പണ്ടെപ്പോഴൊരു വീഡിയോ ചെയ്തിട്ട് വരെയുണ്ട്. നമുക്കൊരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. നമ്മളിങ്ങനെ ഉള്ളിൽ കൊണ്ടു നടന്നിട്ട് എന്താ കാര്യം? ആ ആൾ അറിയണം നമുക്ക് അയാൾ ഇഷ്ടമാണ്, നമുക്ക് അയാളോട് സ്നേഹമുണ്ടെന്ന്. പക്ഷെ ഈ സ്നേഹത്തിനൊരു സത്യം വേണം. അതായത് സത്യമില്ലാത്ത ഒരുപാട് കള്ള സ്നേഹങ്ങൾ ഉണ്ട്. പക്ഷെ അങ്ങനല്ല, നമുക്കൊരാളോട് ഒരു സത്യസന്ധമായിട്ട് സിൻസിയറായിട്ട് നമുക്ക് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ കാണിക്കണം. നമുക്ക് അവരോടുള്ള സ്നേഹം കാണിച്ചു കഴിയുമ്പോൾ അവർക്കത് ചിലപ്പോൾ വലിയൊരു ആശ്വാസവും. ഇപ്പം ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതായത് ഇപ്പം ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ലൈക്ക് ഒരു റിലേഷൻ അങ്ങനത്തത് മാത്രമല്ല, ഒരു അഫെയർ ടൈപ്പ് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം പാരൻസിന് മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ, മക്കൾക്ക് പാരൻസിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇതൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ടാവും. അതായത് ഇപ്പം പാരൻസിനെ സംബന്ധിച്ച് മക്കളുടെ കയ്യിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം, മക്കൾ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും, സിബ്ലിങ്സ് തമ്മിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഉള്ളിൽ കുറേ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ആരോടാണോ നമുക്ക് ആ സ്നേഹം ഉള്ളത് അത് തുറന്ന് കാണിക്കണം. ആകെ ഒരു ചെറിയ ജീവിതമല്ലുള്ള ചങ്ങന്മാരെ, അതിൽ നമ്മളിങ്ങനെ കുറേ പുറത്ത് ഭയങ്കര റൂഡായിട്ട് നടക്കുക, എന്നിട്ട് ഉള്ളിൽ കുറേ സ്നേഹം കൊണ്ട് നടക്കുക. എന്തിനാ അതൊക്കെ? സ്നേഹം തോന്നി അങ്ങോട്ട് കാണിക്കുക, അത്രേ ഉള്ളൂ. അതിലിപ്പോൾ ഇനി കൂടുതൽ ചോദിക്കാനും പറയാനൊന്നുമില്ല. ഒരാളോട് നമുക്ക് സ്നേഹം തോന്നിയാൽ സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ അങ്ങോട്ട് തുറന്ന് കാണിക്കുക. അല്ലാണ്ട് ഇങ്ങനെ ലൈക്ക് കുറേ കാലമായിട്ട് എൻ്റെ ഉള്ളിൽ കുറേ സ്നേഹം ഉണ്ട്, ഞാൻ ആരോട് കാണിക്കാതെ നിന്നതാണ്, അങ്ങനെ പറഞ്ഞു നടന്നിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. സ്നേഹം തോന്നിയാൽ പ്രകടിപ്പിക്കുക. ആകെ ഒരു ചെറിയ ജീവിതമുള്ളൂ. അടുത്തത് സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, അനുഭവങ്ങളാണ് മനുഷ്യനെ മാറാൻ പഠിപ്പിക്കുന്നത്. വലിയൊരു ലൈക്ക് അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു 2 ലൈൻസ് വായിക്കുമ്പോൾ തന്നെ 95% ആളുകൾക്ക് മനസ്സിലാവും. സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര ഡെപ്തിൽ പോകുന്ന. നമുക്ക് ആ ഒരു വരി കണ്ടില്ലേ, അനുഭവങ്ങളാണ് മനുഷ്യനെ മാറാൻ പഠിപ്പിക്കുന്നത്. എടാ സിറ്റുവേഷൻ അല്ലേ സത്യം പറഞ്ഞാൽ ഓരോരുത്തരെ മാറ്റുന്നത്. ലൈക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊരു വീഡിയോയിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഓരോ സിറ്റുവേഷനിലും മാറിക്കൊണ്ടിരിക്കും. അതായത് പല ആളുകളും പറയും ഒരു ക്യാരക്ടറുള്ളൂ. അങ്ങനെയൊന്നുമല്ല. ഓരോ സാഹചര്യത്തിലും ഓരോ മനുഷ്യൻ പെരുമാറുന്ന രീതി മാറും. അതേപോലെ തന്നെ ഓരോ സാഹചര്യങ്ങളും മനുഷ്യനെ മാറ്റും, പല പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. എക്സ്ട്രോവേർട്ടായി നടന്ന പല ആളുകളും ഇൻട്രോവേർട്ടായി മാറുന്നതും, ഇൻട്രോവേർട്ടായി പല നടന്ന ആളുകളും എക്സ്ട്രോവേർട്ടായി മാറുന്നതൊക്കെ സിറ്റുവേഷൻസ് മാറുന്നത് കൊണ്ടാണ്. ഓരോ സിറ്റുവേഷനും പല ആളുകളെയും പഠിപ്പിക്കുന്നത് പലതരത്തിലുള്ള പാഠങ്ങളാണ്. ആ ഒരു സമയത്തടാ നമ്മളിപ്പോൾ ലൈക്ക് എന്താ പറയുക, വലിയൊരു ഇതായിട്ട് നടന്നിട്ട് നമുക്ക് ആകെ ഒരു ക്യാരക്ടറുള്ളൂ, നമ്മൾ ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈക്ക് അങ്ങനെ നമുക്ക് നടക്കാൻ കഴിയില്ല. എടാ നമ്മളിങ്ങനെ ഈ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഓർമ്മ വെച്ച കാലം മുതൽ ഒരുപാട് വർഷം നമുക്ക് എന്താ പറയാ ഒരേ ഒരു ചിന്താഗതിയും അതുപോലെ തന്നെ ഒരേ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? സാഹചര്യങ്ങൾ മനുഷ്യനെ മാറ്റും. അത് അതൊരു ഫാക്റ്റാണ്. എന്താ പറയുക, പ്രപഞ്ച സത്യം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്നാണ് മനുഷ്യർ മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഓരോരുത്തരും ലൈഫിൽ പല സമയത്തും പല സ്റ്റേജുകളിലും ഫേസ് ചെയ്യുന്നത് എന്താണോ അതനുസരിച്ച് അവരുടെ പെരുമാറ്റം മാറും, അവരുടെ ജീവിത രീതികൾ മാറും, അങ്ങനെ പലതും മാറും. എപ്പോഴും ഒരേപോലെ നിൽക്കാനൊന്നും ആർക്കെങ്കിലും കഴിയോ? നമ്മളെല്ലാവരും ഇപ്പോൾ 10 കൊല്ലം മുന്നുള്ള അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്? മാറിയില്ലേ? മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകളെ മാറ്റങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് മാറ്റങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ കാലത്തും നമ്മളെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മാറ്റം നമ്മളെ തകർക്കാനോ തളർത്താനോ പാടില്ല. അതും കൂടി ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ഹിഡൻ പെയിൻ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, നീ ഉണ്ടെങ്കിൽ മാത്രം മനോഹരമാകുന്ന ഒരു ലോകമുണ്ട് എനിക്ക്, നീ ഇല്ലെങ്കിൽ ഞാൻ തനിച്ചാണ്, നിന്നോളം അവിടെ മറ്റാരുമില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈൻസ് ഇല്ലടാ.
ഒരാളോട് അയാളോടുള്ള ഇഷ്ടം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിലും ബ്യൂട്ടിഫുൾ ആയ ലൈൻസ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ലൈൻസ് കണ്ടില്ലേ, നീ ഉണ്ടെങ്കിൽ മാത്രം മനോഹരമാകുന്ന ഒരു ലോകമുണ്ട് എനിക്ക്, നീ ഇല്ലെങ്കിൽ ഞാൻ തനിച്ചാണ്, നിന്നോളം അവിടെ മറ്റാരുമില്ല. നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആളോട് ഇത് പറയുമ്പോൾ അവർക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും, അവർ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ, നമ്മൾ അവരെ എങ്ങനെയാണ് കാണുന്നത്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി എത്രത്തോളം ഉണ്ട്, ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അവരില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ബ്ലാങ്ക് ആണ്, അവരുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഹാപ്പിയാണ്. ഇതൊക്കെ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ലൈൻസ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, ഇതും കൂടുതലും ഷെയർ പോവുക, ലൈക്ക് സ്നേഹിക്കുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. പക്ഷെ ഇതിനൊക്കെ വളരെയധികം നല്ല മീനിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഷെയർ പോണം. ആക്ച്വലി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒക്കെ കോഡ്സ് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് അല്ലേ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോട്ട് അയക്കുമ്പോൾ നിങ്ങൾക്കും വളരെയധികം സന്തോഷമല്ലേ ഉണ്ടാവണം. അങ്ങനത്തെ നല്ല കോട്ടാണ്. അടുത്തത് സ്ട്രേഞ്ചേഴ്സ് നോട്ട് ആൻഡ് എസ്ര സ്റ്റോറീസ് എന്ന് പറയുന്ന എന്ന് പറയുന്ന 2 പേജ് കൊളാബ് ചെയ്തിട്ടാ. മച്ചാനെ ലൈഫാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഡൗൺ ആവല്ലേട്ടോ. നല്ലൊരു കോട്ട് കൊള്ളാം. മച്ചാനെ ലൈഫാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഡൗൺ ആവല്ലേട്ടോ. എന്താലേ അത് കൊണ്ടുപോയിട്ടോ. ലൈഫാണടാ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. നമ്മൾ വെറുതെ വിചാരിക്കണം എല്ലാവരും ഫുൾ ടൈം എന്താ പറയുക ഹാപ്പിയാണ്, നമുക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, ലൈക്ക് നമുക്ക് മാത്രം ഒന്നിന് മേലെ ഒന്നിനിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം, അങ്ങനെ ഒന്നും അല്ലടാ. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. എടാ ലൈഫ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ ഈ പ്ലെയിൻ ഗ്രാഫായിട്ട് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഡെഡായി എന്നാണ് അർത്ഥം. അതായത് ഇപ്പോൾ നമ്മൾ ഈ വെന്റിലേറ്ററിലും ICUലൊക്കെ ഒരു മെഷീൻ കണ്ടിട്ടില്ല, ആ മെഷീൻ എന്തോ പറയും, പേരും ഓർമ്മയില്ല. ആ ഇതിൽ നമ്മളിങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കാണാം, ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് താഴോട്ട്. ആ ഗ്രാഫ് ഇങ്ങനെ നേരെ പോകുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഡെഡ് ആവുക. സിനിമയിലൊക്കെ ഇങ്ങനെ കാണാമല്ലോ, നമുക്ക് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ മരിച്ചു എന്നാണ് അർത്ഥം. അതിങ്ങനെ മേലോട്ടും താഴോട്ടും ആകുമ്പോഴേ നമുക്ക് ജീവനുള്ളൂ. അതേപോലെ തന്നെയാണ് ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോഴേ നമുക്കൊരു ജീവിതമുള്ളൂ. അല്ലാണ്ട് മേലോട്ട് മാത്രം പോകില്ല, താഴോട്ട് മാത്രം പോകില്ല. താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് വീണ്ടും മേലോട്ട് പോകും. മേലോട്ട് പോകുന്ന സമയത്ത് ഇടയ്ക്ക് താഴോട്ടും വരും. മച്ചാനെ ലൈഫാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എടാ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് എല്ലാത്തിലും പോകണത്. അല്ലാണ്ട് ഇപ്പം ഞാൻ ഡൗൺ ആയി, അത് വേറെ ആരെയും ബാധിക്കൂല, അത് എന്നെ മാത്രമേ ബാധിക്കുള്ളൂ, എൻ്റെ ലൈഫിനെ ബാധിക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളും ഡൗൺ ആയി, വേറെ ആരെ ബാധിക്കുക? ആരും ബാധിക്കില്ല. ഒരു പരിധി വരെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നേക്കാം. അതൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല. മാക്സിമം മച്ചാന്മാരെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഡൗൺ ആവല്ലട്ട. അടുത്ത് ഹെർ റൈറ്റിങ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. മറ്റാർക്കും നീയാവാൻ കഴിയില്ല, അതിനി എത്ര കാലം കഴിഞ്ഞാലും എത്ര പേര് ജീവിതത്തിൽ വന്നാലും. എൻ്റെ മോനെ, എനിക്ക് തോന്നുന്നു ഇന്ന് ഈ എന്താ പറയാ അഫെയറിൽ നിൽക്കുന്ന ആളുകൾ, ഐ മീൻ റിലേഷനിലായി നിൽക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോട്ട് ഉണ്ടല്ലോ. ഞാൻ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ഇപ്പം ലവ് കോട്ട്സ് കുറെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ ആൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ഭാഗ്യം ഉണ്ട് തോന്നുന്നുണ്ട്. ഇന്നിപ്പോൾ വന്നതിൽ നമുക്ക് മെജോറിറ്റി എന്താ പറയാ കോഡ്സും ആണെന്നുണ്ടെങ്കിലും റൈറ്റിങ്സ് ആണെങ്കിലും ലവിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള നല്ല കിഡിലൻ ലവ് കോഡ്സ് ആട്ടോ. ഒന്ന് കേട്ടോക്കടാ. മറ്റാർക്കും നീയാവാൻ കഴിയില്ല, അതിനി എത്ര കാലം കഴിഞ്ഞാലും എത്ര പേര് ജീവിതത്തിൽ വന്നാലും. എടാ ചില ആളുകൾ എന്നല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആളോട് ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ആ ആൾക്കും പറയുന്ന നമ്മക്കും അത് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ആ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ ആളോട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട്, ഒരു ഇമോഷണൽ ഫീലിംഗ്, ഒരു കണക്ഷൻ. അത് കേൾക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും. മാൻ, അടിപൊളി റൈറ്റിംഗ് കേട്ടോ. പേജ് എന്താ, ഹെർ റൈറ്റിങ്സ്. ഓ കിഡിലൻ ഇമേജാണ് കൊടുത്തത്. ആ ഒരു ലുക്ക് കണ്ടില്ലേ, എന്താലേ. പ്രണയിക്കുന്നവർക്ക് പറ്റിയ ഒരുപാട് നല്ല നല്ല കോഡ്സ് ഉണ്ട് ഇതിൽ, റൈറ്റിങ്സ് ഉണ്ട്. അടുത്തത്,
നാഫിൽ എന്നാണ് തോന്നുന്നുണ്ട് പേജ്. N4 ഫിൽ അങ്ങനെയാണ് ID കാണിക്കുന്നത്. ആ പേജ് പോസ്റ്റ് ചെയ്താ. എല്ലാ വേദനകൾക്കും അപ്പുറം ഒരു വെളിച്ചം എല്ലാവർക്കും ഉണ്ടാകും. അത്ര ഉള്ളടാ ലൈഫ്. ഒരു രാത്രി വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു രാവിലെ എന്ന രൂപത്തിലേക്ക് മാറും. അതുപോലെ തന്നെ ഒരു ഒരു പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേദന നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം ഒരു വെളിച്ചം നമുക്ക് ഉണ്ടാവും. അത് കൺഫേം ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു കയറ്റം ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരു ഇറക്കം ഉണ്ടാവുന്നത് പോലെ ഒരു ഇറക്കത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കയറ്റം ഉണ്ടാവും. നമ്മളിങ്ങനെ എവിടെയും എന്താ പറയാ ഇങ്ങനെ ഒരേ ലെവലിൽ പോകുന്നില്ല. നമ്മുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അതിലെ മാറ്റങ്ങൾ കണ്ടെത്തുക, അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നാണ്. അല്ലാണ്ട് പ്രശ്നങ്ങൾ ചിലപ്പോ മാറുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മളാണ് മാറേണ്ടത്. ലൈഫ് അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് എന്താ പറയാ നമുക്ക് ഒരു പ്രശ്നങ്ങളും വരാണ്ട് എവിടെയും തട്ടാതെ ലൈഫിൽ ഇങ്ങനെ ആരും അറിയാണ്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി പോകാനൊന്നും ആരെ കൊണ്ട് കഴിയൂല. എവിടെങ്കിലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ തട്ടും, എന്തെങ്കിലുമൊക്കെ മുട്ടും, എന്തെങ്കിലുമൊക്കെ പൊട്ടും. കൺഫേം ആണ്. അപ്പോഴേ ലൈഫിന് ഇടയ്ക്കൊക്കെ ഒരു രസം വരുള്ളൂ. ഓടുമ്പോ വീഴണം, അപ്പോഴല്ലേ നമുക്ക് എഴുന്നേൽക്കാനും വീണ്ടും ഓടാനൊക്കെ തോന്നുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര എന്താ പറയാ, മോട്ടിവേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ 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 ഒരു കോട്ടാണ്ടത്. ഒരു റൈറ്റിംഗ് ആണ് ആക്ച്വലി ഇത്. അതായത് എല്ലാ വേദനകൾക്കും അപ്പുറം ഒരു വെളിച്ചം എല്ലാവർക്കും ഉണ്ടാകും. എന്ത് പ്രശ്നം അനുഭവിക്കുന്ന ആളായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടിൽ സ്റ്റക്കായി നിൽക്കുന്ന ആളായിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് എന്താ പറയാ മുന്നോട്ട് ഒന്നുമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് പറ്റിയ റൈറ്റിംഗ് ആണിത്. എല്ലാ വേദനകൾക്കും അപ്പുറം ഒരു വെളിച്ചം എല്ലാവർക്കും ഉണ്ടാകും. ആ ഒരു വെളിച്ചം നിങ്ങൾക്കും ഉണ്ടാവും. അത്ര ആലോചിച്ചാൽ മതി. അടുത്തത് തോട്ട് ഓഫ് ലവ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. കരച്ചിൽ പോലും വരാത്തൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അനുഭവിച്ച് തന്നെ അറിയണം. ജസ്റ്റ് എ ഹെവി ഫീലിംഗ് ഇൻസൈഡ് ദ ചെസ്റ്റ്. എടാ ഞാനിപ്പോൾ എന്താ പറയാ, ഇത് കുറെ ആളുകൾ ഫേസ് ചെയ്യുന്നടാ. അതായത് നമുക്ക് കരയാനൊന്നും കഴിയാതായി പോകുന്ന പോയിന്റ്. ഇത് സത്യമാണ് കേട്ടോ. അത് ലൈക്ക് വെറുതെ എഴുതി പോസ്റ്റ് ചെയ്യാന്നല്ല. പല ആളുകളും ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചില സമയത്തുണ്ടല്ലോ നമുക്ക് ഉള്ളിൽ അത്രയും സങ്കടം ഉണ്ടെങ്കിലും അത്രയും പ്രയാസങ്ങളും വേദനകളും ഉണ്ടെങ്കിലും നമുക്ക് കരച്ചിലൊന്നും വരില്ല. നമുക്ക് കരയാൻ പറ്റൂല, കരയാൻ കഴിയൂല. അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾക്കുണ്ടല്ലോ, ആ ഒരു സമയം സത്യം പറഞ്ഞാൽ അവരിങ്ങനെ ഫ്രീസായി നിൽക്കുകയാണ്, മെന്റലി ഫിസിക്കലി എല്ലാം. കാരണം ഇമോഷൻ പോലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതാക്കാണ്. കരച്ചിൽ എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി പോകുന്ന സങ്കടം വരുന്ന സമയത്ത് നമ്മളെ ബോഡി റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കണ്ണീര്. അതായത് ആ കരച്ചില്, ചില ആളുകൾ കരഞ്ഞ് 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 ആ സങ്കടങ്ങൾ മറക്കാന്നൊക്കെ പറയും. ആ ഒരു കരച്ചിൽ വരുന്നില്ലെങ്കിൽ അവരത്രയും പിടുത്തം വിട്ട് നിൽക്കാന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് എന്താ പറയാ, കരച്ചില് ഒരാൾക്ക് സത്യം ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, കരഞ്ഞാലും അവൻ അങ്ങോട്ട് റെഡി ആവുന്നു, കരഞ്ഞിട്ടില്ലെങ്കിലാണ് പ്രശ്നം. അതായത് കരഞ്ഞിട്ടില്ലെങ്കിൽ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തോട്ട് അത് പോകുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. കരഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ അങ്ങോട്ട് റെഡി ആവും. പക്ഷെ കരച്ചിൽ വരാതായി പോകുന്ന ഒരു പോയിന്റ്, ആ ഒരു സമയത്ത് എന്താ ഇപ്പം പറയണേ, ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ഒന്നൊന്നര വേദന ഉണ്ടാവും. താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് എന്ന് തോന്നിപ്പോകുന്ന ചില വേദനകൾ. അത് അനുഭവിച്ച ആളുകൾക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരില്ല. അത്രയും നന്നായിട്ട് അറിയാം. ഭയങ്കര ഹെവിയാണ് ആ ഒരു വേദന എന്ന് പറയുന്നത്. ഒക്കെ മറികടക്കാൻ എല്ലാവരും കൊണ്ട് പറ്റട്ടെ. അടുത്തത് പടയാൻ കം അങ്ങനെയാണ് തോന്നുന്നുണ്ട് പേജിന്റെ പേര്. അതും വേറെ 2 പേജായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് കേട്ടോ. ഒരു വീഡിയോ ആണ്. ദ റെയിനി സീസൺ ഈസ് കമ്മിങ് ടു കോളേജ് ബട്ട് യു വോണ്ട് ബി ദെയർ. കോളേജ് ലൈഫ് എന്ന് മാത്രം പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം അക്കാഡമിക് ലൈഫ് എന്ന് പറയുന്നത്. കാരണം ചില ആളുകൾക്ക് കോളേജ് ലൈഫാണ്, ചില ആളുകൾക്ക് +2 ആണ്, ചില ആളുകൾക്ക് 10th ആണ്. എടാ സ്കൂൾ ലൈഫും കോളേജ് ലൈഫൊക്കെ എൻറ്റയർലി വേറെ തന്നെ ഒരു ലൈഫാണ് കേട്ടോ. ലൈക്ക് എന്താ പറയാ, വല്ലാത്തൊരു ലൈഫാണത്.
ആ ഒരു ടൈമൊക്കെ തിരിച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യർ വളരെ റെയറാവും. ഇതിൽ ഒരു സീസൺ വെച്ചിട്ടാണ് പറയുന്നത്. ദ റെയിനി സീസൺ ഈസ് കമ്മിങ് ടു കോളേജ് ബട്ട് യു വോണ്ട് ബി ദെയർ. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് നമ്മൾ ഉണ്ടായ കോളേജിൽ ഈ വർഷം നമ്മളില്ലടാ. ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്, 10th ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, പഠിക്കുന്ന കാലം എന്ന് പറയുന്നത് ഗോൾഡൻ ഇയേഴ്സാണ്. അപ്പോൾ എന്ത് പഠിക്കുന്ന സമയമായിക്കോട്ടെ, അക്കാഡമിക് ലൈഫ് എന്ന് പറയുന്നത് 90% ആളുകളും ഒരിക്കലെങ്കിലും തിരിച്ചു കിട്ടണം എന്ന് ഒരു നിമിഷമെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം റെസ്പോൺസിബിലിറ്റീസ് കുറവാണ്, ഹാപ്പിനെസ് കൂടുതലാണ്. അത് തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടടാ. അതിലേറ്റവും വേദനയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ലൈക്ക് ഇതിൽ പറഞ്ഞ പോലെ കറക്റ്റാ. ഈ വർഷത്തെ മഴക്കാലം വരുമ്പോൾ പാസ് ഔട്ട് ആയി പോയ ആളുകൾ ആലോചിക്കുന്ന ഒരു കാര്യം, എടാ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മളെ കോളേജിൽ ഒരു വല്ലാത്ത മിസ്സിങ് ആണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇനി നമ്മളെ ലാസ്റ്റ് കോട്ടിലേക്ക് കടക്കാം. എപ്പിസോഡ് 19 ലാസ്റ്റ് കോട്ട് എന്താണ്, അല്ലെങ്കിൽ ലാസ്റ്റ് റൈറ്റിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അമല ഹൃദ്യ ആൻഡ് ഹൃദ്യ നീൽ എന്ന് പറയുന്ന 2 പേജുകൾ കൊളാബ് ചെയ്ത ഒരു വീഡിയോ ആണ്. ദ ഇൻറ്റിമസി ഓഫ് നീ ഇല്ലാതെ എന്തോ പോലെ. ഞാൻ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ക്ലോസ് ആയ 2 ആളുകളുണ്ട്. ലൈക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് എന്ന ഒരു കാറ്റഗറിയിൽ എനിക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന 2 പേരുകൾ. ആ 2 പേരടാ എൻ്റെ ലൈഫിൽ നിന്ന്, അതായത് ഒരു ജോലി സംബന്ധമായിട്ട് അബ്രോഡ് പോയതാണ്. ആ ഒരു എയർപോർട്ട് സീൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാർഡാണ്. അവർ പോയ ആ ദിവസം, അവർ പോകുന്ന ആ ഒരു ടൈമൊക്കെ, എന്നിട്ട് ഞാൻ ഒരിക്കൊക്കെ മെസ്സേജ് അയക്കലില്ലേ ഇടയ്ക്ക്, നിങ്ങളില്ല എൻ്റെ ഒരു രസമില്ലടാ. പക്ഷെ എനിക്കറിയാം എന്തുകൊണ്ടാണ്. ലൈക്ക് ലൈഫാണ്, ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവർ പോയതിൽ എനിക്ക് ലൈക്ക് പോകണ്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയാം അതൊരു റിയാലിറ്റിയാണ്, അങ്ങനെ സംഭവിക്കും. പക്ഷെ ഞാൻ ഇടയ്ക്ക് അവർക്ക് മെസ്സേജ് അയക്കും. ലൈക്ക് ഒരു ടൈമിൽ അവർക്ക് മെസ്സേജ് അയക്കും, ഇല്ല എൻ്റെ എന്തോ പോലടാ. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റിന് ഓരോട് ഇങ്ങോട്ട് കയറി വരാനൊന്നും പറയില്ല കേട്ടോ. കാരണം എനിക്കറിയാം ഓരോരുത്തർക്ക് എന്താ പറയുക, ലൈഫാണ്, പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. എല്ലാ കാലത്തും എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യം നമുക്ക് തുറന്നു പറഞ്ഞുകൂടാ, ഞാൻ പറയലുണ്ട്. ലൈക്ക് അത് അത്രയും അറ്റാച്ച്ഡ് ആയ ആളുകൾ, ഇതിപ്പം റിലേഷൻ അങ്ങനത്തെ കോട്ടൊന്നല്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അത്രയും കണക്റ്റ് ആയ ആളുകൾ, അത് ആരോ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, ക്ലോസ് ഫ്രണ്ട് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, റിലേഷനുള്ള ആളുകളായിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, പോയ സമയത്ത് ലൈക്ക് ആ ആളുകൾ കൂടെ ഉണ്ടാവുമ്പോൾ കിട്ടുന്നൊരു ഫീല് ചില നമുക്ക് വേറെ ആരും കൂടെ ഉണ്ടായാലും കിട്ടൂല. അപ്പം നമ്മൾ ഓരോട് പറയുന്നൊരു കാര്യമാണ്, ഈ ലൈറ്റൊരു രസമില്ലടാ, ഈ ലൈറ്റൊരു എന്തോ പോലെ. നമ്മൾ പറയടാ, അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ആ ആള് നമ്മളെ ലൈഫിലൊരു സ്പേസ് നേടിയെടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഭയങ്കര കുറവാണ് ആദ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് ആക്ച്വലി. ഓക്കെ, സോ നമ്മളെ എപ്പിസോഡ് 19 കോട്ട്സും റൈറ്റിങ്സ് ഒക്കെ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നത് ഇന്ന് കൂടുതൽ നമ്മൾ വായിച്ചിട്ടുള്ളത് ലവ് കോഡ്സ് ആണ്. റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കോഡ്സ് ആണ് നമ്മളിന്ന് വായിച്ചിട്ടുള്ളത്. ബട്ട് ഇത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഡ്സ് തന്നെയാണ്. റിലേഷനിലുള്ള മാത്രമല്ല കേട്ടോ, നമ്മൾ നല്ല നല്ല ബ്യൂട്ടിഫുൾ കോഡ്സ് ഇന്ന് വായിച്ചിട്ടുണ്ട്. അതിൽ പേഴ്സണലി എനിക്ക് കണക്ട് ആകുന്ന ഒരുപാട് കോഡ്സ് ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണക്ട് ആയ കോഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ കോട്ട് എഴുതി കോമൻറ്റിൽ അപ്ലോഡ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഞാൻ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് കുറേ കോമൻറ്റ് ഇടുന്ന 1-2 പേരുണ്ട്, ഞാൻ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ തന്നെ ഏകദേശം 6-7 കോമൻറ്റ് കോട്ടായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ഞാൻ ശ്രദ്ധിച്ച് കോട്ടിൻ്റെ അടിയിൽ 2 പേര്, അതായത് ഇപ്പം എൻ്റെ പേര് ഹാബിലിൻ്റെ കൂടെ വേറൊരു പേരും കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു കോട്ടിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ 2 പേര് കൊടുക്കണത്? അത് ഒന്ന് റിയൽ നെയിമോ ഒന്ന് പെൻ നെയിമോ ആയിട്ടാണോ കൊടുക്കുന്നത്, അതോ 2 പേരിലേക്ക് സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ അങ്ങനെ ആണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ അതൊന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ക്ലാരിറ്റി കോമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണം. സോ ബാക്കി
ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ട ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ട ഏതാണെന്ന് കോമെന്റ് ചെയ്യാൻ മറക്കരുത്. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ നമുക്ക് എപ്പിസോഡ് നമ്പർ 20 വീണ്ടും കാണാം. ബൈ.